തായ്ലൻഡ് പോലെ ഇന്ത്യക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഇന്തോനേഷ്യയുടെ പ്രവിശ്യയായ ബാലി. ഇന്തോനേഷ്യയുമായി ബന്ധമുണ്ടെങ്കിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ബാലിയുടെ സാംസ്കാരിക പശ്ചാത്തലം. പാരമ്പര്യവും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുകയും കർശനമായി പിന്തുടരുകയും ചെയ്യുന്ന ഹിന്ദുക്കളുടെ ദ്വീപാണിത്. അതുകൊണ്ട് തന്നെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ബാലിയിൽ കൂടുതലായും കാണാനാവുക. ബാലിയുടെ തലസ്ഥാന നഗരമായ ഡെൻപാസറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ടൂറിസത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങളുടെ നഗരം. ഒരു വിനോദസഞ്ചാരി എന്ന നിലയിൽ ഡെൻപാസറിലെത്തിയാൽ നിറഞ്ഞ മനസ്സോടെ ഇവർ നിങ്ങളെ തിരികെ അയക്കൂ. ഇവരുടെ മര്യാദയും സേവന സന്നദ്ധതയും ഇവിടേക്ക് വീണ്ടും വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നതും തീർച്ചയാണ്. പോകാം ഡെൻപാസറിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഡെൻപാസർ നഗരത്തിലെ പ്രധാനപ്പെട്ട 12 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം വജ്രസന്ധി മോണുമെന്റ്, തുടർന്ന് കുംഭസാരി മാർക്കറ്റ്, അടുത്തത് ലെഗിയാൻ സ്ട്രീറ്റ്, പിന്നെ കുട്ട ബീച്ച്, തുടർന്ന് ബായു സുധ വാട്ടർ സ്പോർട്സ് സെന്റർ, അടുത്തതായി ഗരുഡ വിഷ്ണു കെഞ്ചന കൾച്ചറൽ പാർക്ക്, പിന്നെ മെലാസ്തി ബീച്ച്, തുടർന്ന് ഉലുവാത്തു ടെമ്പിൾ, അടുത്തതായി താന ലോട്ട് ടെമ്പിൾ, തുടർന്ന് തമൻ അയുൺ ടെമ്പിൾ, അവിടെ നിന്നും ഉലിൻ ദാനു ബെരാത്താൻ ടെമ്പിൾ ആൻഡ് ഹന്താര ഗേറ്റ്, അവസാനമായി നുസ പെനിഡ ഐലൻഡ്. ഒരു ദേശീയ സ്മാരകത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. വജ്രസന്ധി മോണുമെന്റ്. ബാലി ജനതയുടെ പോരാട്ട ചരിത്രം വിവരിക്കുന്ന സ്മാരകമാണിത്. പല കാലഘട്ടങ്ങളിലായി ബാലി മേഖല വികസിച്ച ചരിത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. തനത് ബാലിനീസ് ആർക്കിടെക്ചറിലാണ് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാന മന്ദിരത്തിനുള്ളത് ഹൈന്ദവർ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന മണിയുടെ ആകൃതിയാണ്. ക്ഷേത്രങ്ങളുടെ മാതൃക സ്വീകരിച്ചാണ് കോമ്പൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മന്ദിരത്തിന്റെ ഉൾഭാഗം മ്യൂസിയമായി സജ്ജീകരിച്ചിരിക്കുന്നു. ബാലിയുടെ ചരിത്രം ചിത്രങ്ങളിലൂടെയും 3D മിനിയേച്ചർ മോഡലുകളിലൂടെയും മ്യൂസിയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്മാരകത്തിലെ ഗോപുരത്തിനു മുകളിൽ ഒരു ഒബ്സർവേഷൻ ഡെക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഡെൻപാസറിന്റെ വിശാലമായ പനോരമിക് കാഴ്ചകളാണ് ഡെക്കിൽ നിന്നുള്ള ആകർഷണം. ഇനിയൊരു ലോക്കൽ മാർക്കറ്റ് സന്ദർശിക്കാം. കുംഭസാരി മാർക്കറ്റ്. വിശാലമായൊരു കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ള വിപണിയാണിത്. തദ്ദേശീയരും ടൂറിസ്റ്റുകളുമെല്ലാം ഒരുപോലെ വരുന്ന ഇടം. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാണ് കുംഭസാരി മാർക്കറ്റിന്റെ പ്രത്യേകത. ബാലിനീസ് ശൈലിയിലുള്ള കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ പലതും നിങ്ങൾക്കിവിടെ ലഭിക്കും.
പേശാൻ തയ്യാറാണെങ്കിൽ വിലയും നന്നേ കുറച്ചു തരും. 100-ലധികം സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് ലെഗിയാൻ സ്ട്രീറ്റിലേക്കാണ്. കുട്ടയിലെ ഷോപ്പിംഗിന്റെയും നൈറ്റ് ലൈഫിന്റെയും കേന്ദ്രം. ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം നീണ്ടുകിടക്കുന്ന പാതയാണിത്. 100 കണക്കിന് കടകൾ പാതയുടെ വശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാലിനീസ് കരകൗശല വസ്തുക്കളും സുവനീറുകളും വിൽക്കുന്ന കടകളാണ് ഇതിൽ ഭൂരിഭാഗവും. തുണിത്തരങ്ങൾ, ബാഗുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നിങ്ങനെ ആകർഷകമായ ഉൽപ്പന്നങ്ങൾ വേറെയുമുണ്ട്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ലെഗിയാൻ സ്ട്രീറ്റിലൂടെ നടക്കുന്നത് വളരെ രസകരമായ അനുഭവമാണ്. പകലും രാത്രിയും ഈ സ്ട്രീറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. പകൽ തിരക്ക് പൊതുവെ കുറവായിരിക്കും. എന്നാൽ രാത്രി 9 മണിയാകുന്നതോടെ സ്ട്രീറ്റിന്റെ രൂപവും ഭാവവും മാറും. പിന്നീട് അങ്ങോട്ട് ഇവിടേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് കാണാനാവുക. ലെഗിയാൻ സ്ട്രീറ്റിലെ ബാറുകളും പബ്ബുകളുമെല്ലാം സജീവമാകുന്നത് അപ്പോഴാണ്. കലാപരിപാടികളും മറ്റു വിനോദങ്ങളുമായി ആഘോഷം മുഖരിതമാകുന്ന പബ്ബുകളിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റാൻ ജീവനക്കാരും വഴിയിൽ കാത്തുനിൽക്കും. 2002 ബാലിയെ നടുക്കിയ ബോംബ് സ്ഫോടനമുണ്ടായത് ഈ സ്ട്രീറ്റിലെ പാരീസ് ബാറിലായിരുന്നു. 200-ലധികം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അന്ന് കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു സ്മാരകവും ഇവിടെ ഒരു കാഴ്ചയാണ്. അടുത്തതായി പോകുന്നത് ബാലിയിൽ ടൂറിസം മുട്ടിട്ട ഒരു കടൽ തീരത്തേക്കാണ്. കുട്ട ബീച്ച്. കുടുംബസമേതം എത്തുന്നവർക്ക് സമയം ചിലവഴിക്കാൻ അനുയോജ്യമായൊരിടം. സർവോപരി ആഘോഷത്തിന്റെ തീരം. ആഴം കുറഞ്ഞതും നീളമേറിയതുമായ ബീച്ച് ഏരിയയാണെന്നുള്ളതാണ് കുട്ടയുടെ ഒരു സവിശേഷത. വലിയ തിരകളും പൊതുവെ കുറവാണ്. അതിനാൽ ഏത് പ്രായക്കാർക്കും കടലിലിറങ്ങി കുളിക്കാനും നീന്താനും കഴിയും. ബാലിയുടെ ചരിത്രത്തിലും ഈ ബീച്ചിന് വലിയ പ്രാധാന്യമുണ്ട്. ബാലി ദ്വീപിൽ ടൂറിസം ആരംഭിച്ചതും വളർന്നതും ഇവിടെയാണ്. 1930-കളിൽ തന്നെ കുട്ടയിൽ വിദേശ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിരുന്നു. പിന്നീട് ഇവിടം ഒരു സർഫിംഗ് കേന്ദ്രമെന്ന നിലയിൽ പ്രസിദ്ധമായി. തുടർന്ന് വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുകയും ഉൾനാടുകളിലേക്ക് ടൂറിസം വ്യാപിക്കുകയുമാണുണ്ടായത്. ഇന്നും ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർഫിംഗ് ഡെസ്റ്റിനേഷനാണ് കുട്ട. ഇവിടുത്തെ തിരമാലകളുടെ വലിപ്പവും പ്രകൃതവും സർഫിംഗിന് ചേരും വിധമാണ്. തുടക്കക്കാരാണെങ്കിൽ പരിശീലനം നൽകുന്ന നിരവധി കേന്ദ്രങ്ങൾ തീരത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. ബീച്ചിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന വോക്ക്വേയിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതാണ് ഇവിടുത്തെ രസകരമായ മറ്റൊരു ആക്ടിവിറ്റി. വശങ്ങളിൽ ലഘുഭക്ഷണവും ബിയർ അടക്കമുള്ള പാനീയങ്ങളും വിൽക്കുന്ന കടകളുമുണ്ട്. സായാഹ്നങ്ങളിൽ ബിയർ നുണഞ്ഞുകൊണ്ട് കടൽക്കാറ്റേറ്റ് വിശ്രമിക്കുന്നത് കുട്ടയിലെ രസകരമായ അനുഭവമാണ്. ഇനി പോകുന്നത് നുസദുവ എന്ന ബീച്ചിലേക്കാണ്. ഡെൻപാസറിന് സമീപത്തെ പ്രധാനപ്പെട്ട വാട്ടർ സ്പോർട്സ് സെന്ററുകളിൽ ഒന്നാണിവിടം. ഒരു ബീച്ച് മുഴുവനായും പലതരം ജലവിനോദങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ബീച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നുസദുവയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും.
വായുസുധ എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ സ്പോർട്സ് സെന്റർ കൈകാര്യം ചെയ്യുന്നത്. നല്ല തിരക്കുള്ളതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം വന്നാൽ അധിക നേരം കാത്തു നിൽക്കേണ്ടി വരില്ല. സാഹസികത ആവശ്യമുള്ള വിനോദങ്ങളായതിനാൽ കായിക ശേഷിയും പരിഗണിക്കേണ്ടതുണ്ട്. സ്പീഡ് ബോട്ടിംഗ്, ബനാന റൈഡ്, ജെറ്റ് സ്കീ, ഫ്ലൈബോർഡ്, പാരാസെയിലിംഗ് എന്നിങ്ങനെ ആക്ടിവിറ്റികളുടെ ഒരു നീണ്ട നിര തന്നെ തീരത്ത് സജ്ജമാണ്. എല്ലാ വിനോദങ്ങളും ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസം പോരാതെ വരും. ബനാന റൈഡ് പോലെയുള്ള വിനോദങ്ങൾ പ്രായമായവർക്ക് പോലും ചെയ്യാൻ കഴിയും വിധം ലളിതമാണ്. ബോട്ടിൽ കയറി പുറംകടലിലേക്കും മറ്റും പോകുന്നതാണ് ഇവിടെ മറ്റൊരു വിനോദം. ഇനി പോകുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രത്തിലേക്കാണ്. ഗരുഡ വിഷ്ണു കെഞ്ചന കൾച്ചറൽ പാർക്ക്. ബാലിനി സംസ്കാരവും ആധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ച് തയ്യാറാക്കിയ ഉദ്യാനം. 60 ഹെക്ടർ വിസ്തൃതിയിൽ ഉദ്യാനം വ്യാപിച്ചു കിടക്കുന്നു. ഒരു കുന്ന് വെട്ടിയെടുത്താണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കാൻ 25 വർഷം വേണ്ടി വന്നിരുന്നു. കുന്നുവെട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോൾ പാർക്കിന് പല നിര മതിലുകളുള്ള കോട്ടയുടെ രൂപം കൈവന്നിട്ടുണ്ട്. ഓരോ നിരയും കഴിയുമ്പോൾ ഒരു നടുത്തളമുണ്ടാകും. ഈ ഭാഗങ്ങൾ എക്സിബിഷനുകൾക്കും ചടങ്ങുകൾക്കും കലാപരിപാടികൾക്കും മറ്റുമുള്ളതാണ്. ബാലിയിലെ സമ്പന്നർ വിവാഹവേദിയായും പാർക്ക് ഉപയോഗിക്കുന്നു. പാർക്കിന്റെ മധ്യത്തിലായി ഒരു വലിയ ശില്പം കാണാം. ഗരുഡന്റെയും വിഷ്ണുവിന്റെയും 121 മീറ്റർ ഉയരമുള്ള പ്രതിമ. പാർക്കിലെ മുഖ്യ ആകർഷണം ഈ പ്രതിമയാണ്. ഇപ്പുറത്തു മറ്റൊരു കുന്നിൽ വിഷ്ണുവിന്റെ വലിയൊരു ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്കിലെ പ്രധാന സ്പോട്ടുകളിൽ ഒന്നാണിത്. കൾച്ചറൽ പാർക്കിലെ ഒരു പ്രധാന പരിപാടി ഇടയ്ക്കിടെ നടക്കുന്ന പരേഡുകളാണ്. പരമ്പരാഗത വേഷം ധരിച്ച് നാടൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കലാകാരന്മാരുടെ സംഘം പാർക്കിലൂടെ സഞ്ചരിക്കും. തനത് ബാലിനീസ് കലാപ്രകടനങ്ങളും മറ്റും പരേഡിന്റെ ഭാഗമാണ്. ഇവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നത് പാർക്കിലെ ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. മെലാസ്തി ബീച്ചിലേക്കാണ് നാം ഇനി പോകുന്നത്. ഉയരമേറിയ ക്ലിഫുകൾ അതിരിടുന്ന ഗംഭീരമായൊരു തീരം. ക്ലിഫ് വെട്ടിയെടുത്താണ് ബീച്ചിലേക്കുള്ള പാത ഒരുക്കിയിട്ടുള്ളത്. വെളുത്ത മണൽ നിറഞ്ഞ തീരത്തിനരികിൽ നിരവധി റെസ്റ്റോറന്റുകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നുണ്ട്. റെസ്റ്റോറന്റുകളിൽ തനത് ബാലിനീസ് വിഭവങ്ങളാണ് ലഭിക്കുന്നത്.
രാത്രിയാകുന്നതോടെ ഭക്ഷണശാലകൾ നൃത്തവും സംഗീതവുമെല്ലാമായി ആഘോഷത്തിൽ മുങ്ങും. പടിഞ്ഞാറൻ തീരത്തുള്ള ബീച്ച് ആയതിനാൽ സൂര്യാസ്തമയവും ഇവിടെ ഒരു കാഴ്ചയാകുന്നു. മെലാസ്തി കടൽ തീരത്തുകൂടി ഒരു നീണ്ട വോക്ക് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ നടന്ന് ബീച്ചിന്റെ കാഴ്ചകൾ പൂർണ്ണമായും ആസ്വദിക്കാനാകും. മെലാസ്തി ബീച്ചിലെ ഒരു വേറിട്ട അനുഭവമാണ് കെച്ചക്ക് ഡാൻസ്. ബാലിയിലെ ഒരു പരമ്പരാഗത അനുഷ്ഠാന നൃത്തമാണിത്. കെച്ചക്ക് ഡാൻസിനായി 1000ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഗ്യാലറി തീരത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട്. തിരകൾ നുരഞ്ഞുപോകുന്ന സമുദ്രത്തെ പശ്ചാത്തലമാക്കിയാണ് സ്റ്റേജും ഒരുക്കിയിരിക്കുന്നത്. ഗ്യാലറിയിലിരുന്ന് വിശേഷപ്പെട്ട കെച്ചക്ക് ഡാൻസ് ആസ്വദിക്കാം. ഇനി കാണാൻ പോകുന്നത് ബാലിയിലെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഉലുവാത്തു ക്ഷേത്രം. കടൽ തീരത്ത് വലിയൊരു ക്ലിഫിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സമുച്ചയം. ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന പോലെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുമാണ്. തീർത്ഥാടകരെക്കാൾ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം. എങ്കിലും ടൂറിസ്റ്റുകൾക്ക് അനാവശ്യമായ നിയന്ത്രണങ്ങളൊന്നും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഇറക്കം കുറഞ്ഞ വസ്ത്രമാണെങ്കിൽ മുണ്ട് ധരിക്കണം. പാൻസ് ഉണ്ടെങ്കിൽ അതിനു മീതെ ഓറഞ്ച് നിറമുള്ള ഒരു തുണിയും. ബാലിനീസ് ശൈലിയിൽ അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്താണ് ക്ഷേത്രം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിഗംഭീരമാണ് ക്ഷേത്ര കോമ്പൗണ്ടിന് ഉൾവശം. ഇവിടെ ഏറ്റവും അധികം ആളുകൾ തടിച്ചുകൂടുന്നത് ക്ലിഫിന്റെ അറ്റത്താണ്. സായാഹ്നമാണ് തിരക്കേറുന്ന സമയം. സൂര്യാസ്തമയം കാണാനാണ് ഇത്രയധികം ആളുകൾ വൈകുന്നേരം ക്ഷേത്രത്തിലെത്തുന്നത്. ബാലിനീസ് പാരമ്പര്യം അതിന്റെ തനത് രൂപത്തിൽ ഉലുവാത്തു ക്ഷേത്രത്തിൽ കാണാനാവും. ഇവിടേക്ക് നാടൻ വേഷം ധരിച്ച് നേർച്ച വസ്തുക്കൾ വട്ടിയിലാക്കി തീർത്ഥാടകർ എത്തുന്നു. പല മണ്ഡപങ്ങൾ ഉൾപ്പെടുന്നതാണ് ക്ഷേത്ര സമുച്ചയം. ഓരോ മണ്ഡപവും ഓരോ ദൈവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ശ്രീകോവിലുകളിൽ വിഗ്രഹങ്ങൾ ഇല്ലെന്നതാണ് ബാലിയിലെ ക്ഷേത്രങ്ങളുടെ സവിശേഷത. സ്ത്രീകളായ പൂജാരിമാരെയും ഉലുവാത്തു ക്ഷേത്രത്തിൽ കാണാനാകും. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ബാലിയിലെ ഓരോ ക്ഷേത്രവും അതിമനോഹരമായ ലാൻഡ്സ്കേപ്ഡ് ഉദ്യാനം പോലെയാണ്. കാഴ്ചയിൽ സാമ്യങ്ങളുണ്ടെങ്കിലും പലപ്പോഴും പശ്ചാത്തലം കൊണ്ട് അവ വേറിട്ട് നിൽക്കുന്നു. താനാലോട്ട് എന്ന ക്ഷേത്രത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. സമുദ്രതീരത്തുള്ള ഒരു പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. തനത് ബാലിനീസ് കവാടവും പുൽത്തകിടികളും ഫ്ലവർ ബെഡുകളുമെല്ലാമുള്ള ഗാർഡനാണ് ആദ്യം കാണുന്നത്. മനോഹരമായ പവലിയനുകൾ, ഫുഡ് കോർട്ടുകൾ, ചടങ്ങുകൾക്കുള്ള മന്ദിരങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ധാരാളം തീർത്ഥാടകരും എത്തുന്ന ഇടമാണ് താനാലോട്ട്. വഴിയിൽ പരമ്പരാഗത വേഷം ധരിച്ച് വട്ടിയുമായി പോകുന്ന വിശ്വാസികളെ കാണാനാകും. 3 പ്രധാന ക്ഷേത്രങ്ങൾ താനാലോട്ട് സമുച്ചയത്തിന്റെ ഭാഗമാണ്. ഇതിൽ എൻജുങ് ഗാലു, ബാത്തു ബോലോങ് എന്നിവ കടലിലേക്ക് ഇറങ്ങിയുള്ള മുനമ്പുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. താനാലോട്ട് പാറക്കെട്ടിലും. ലാവ ഒഴുകിപ്പരന്ന് രൂപം കൊണ്ട പാറക്കെട്ടിലൂടെ നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. വേലിയേറ്റ സമയത്ത് ഇവിടം സമുദ്രത്താൽ മൂടിപ്പോകും. അതുകൊണ്ട് വേലി ഇറക്ക സമയത്തെ താനാലോട്ടിലേക്ക് പോകാനാവും.
അടുത്തതായി തമൻ അയുൻ ക്ഷേത്രത്തിലേക്ക് പോകാം. മെങ്വി എന്ന നാട്ടുരാജ്യത്തിലെ കൊട്ടാരക്കെട്ടിന്റെ ഭാഗമായിരുന്ന രാജകീയ ക്ഷേത്രം 17ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണിത്. 17 ഹെക്ടർ പ്രദേശത്തെ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന നിർമ്മിതികൾ ഉൾപ്പെടുന്നു. മനോഹരമായ ഉദ്യാനം എന്നാണ് തമൻ അയുൻ എന്ന വാക്കിനർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം ഒരു ഉദ്യാനമാണെന്ന് കാഴ്ചയിൽ തോന്നുന്നു. വിശാലമായൊരു ജലാശയത്തിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാലിനീസ് ശൈലിയിലുള്ള കവാടം കടന്നെത്തുന്നത് പുൽത്തകിടിയും ചെടികളും ക്രമീകരിച്ചിട്ടുള്ള മനോഹരമായ ഉദ്യാനത്തിലേക്കാണ്. പലനിര മതിൽക്കെട്ടുകളുള്ള ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉൾഭാഗത്തായി പ്രധാന ശ്രീകോവിലുകൾ സ്ഥിതി ചെയ്യുന്നു. ഇവിടേക്ക് വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ടൂറിസ്റ്റുകൾക്ക് കോമ്പൗണ്ടിന് ചുറ്റും നടന്ന് ക്ഷേത്രം പുറത്തുനിന്ന് കാണാനാവും. ഇനി നമുക്ക് ഉലുൻദാനു ബരാത്താൻ ടെമ്പിളിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ബെദുഗുൽ എന്ന ഹിൽ സ്റ്റേഷനിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. നഗരത്തിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്തു വേണം ഇവിടെ എത്താൻ. സമുദ്രനിരപ്പിൽ നിന്നും 1400 മീറ്റർ ഉയരത്തിലുള്ള ബരാത്താൻ തടാകക്കരയിൽ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു. ഇതൊരു ശിവക്ഷേത്രമാണെങ്കിലും പ്രധാനമായും ആരാധിക്കുന്നത് ദാനു എന്ന ദേവതയെയാണ്. ബാലി വിശ്വാസങ്ങൾ പ്രകാരം നദിയുടെയും ജലത്തിന്റെയും സമ്പത്തിന്റെയുമെല്ലാം അധിപയാണ് ദാനു. തങ്ങളെ വെള്ളപ്പൊക്കം പോലെയുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് ദാനുവാണെന്ന് ബാലിക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലിയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അതിമനോഹരമായ രൂപകൽപ്പനയും നിർമ്മാണവുമാണ് ഉലുൻദാനു ബരാത്താനിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകം. പുൽത്തകിടികളും ഫ്ലവർ ബെഡുകളും മരങ്ങളും പവലിയനുകളുമെല്ലാം ഉദ്യാനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മന്ദിരങ്ങളെല്ലാം തനത് ബാലിനീസ് ശൈലിയിലുള്ളവയാണ്. ഗാർഡൻ അപ്പുറം വിശാലമായ തടാകം കാണാം. അതിനും അപ്പുറം മലനിരകളും. ഇതെല്ലാം കൂടി ചേരുമ്പോഴുള്ള ഫ്രെയിമുകൾ അതിഗംഭീരമായ ഫോട്ടോകൾ സൃഷ്ടിക്കുന്നതിനാൽ സോഷ്യൽ മീഡിയകളിലൂടെ ഈ ക്ഷേത്രം ലോകപ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബാലിയുടെ തന്നെ ലാൻഡ്മാർക്കായ ഹന്താര ഗേറ്റ് കാണാൻ പോകാം. ഫോട്ടോഗ്രാഫിക്കും സാംസ്കാരിക അനുഭവങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഐക്കോണിക് ലാൻഡ്മാർക്ക്. മനോഹരമായ പാറക്കതവിനും പച്ചപ്പ് കൊണ്ടുള്ള പശ്ചാത്തലത്തിനും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിവിടം. അന്തർദേശീയ തലത്തിൽ ബാലിയുടെ സൗന്ദര്യവും സംസ്കാരവും ഫോട്ടോകളായി എത്തുന്നതിൽ ഈ ഗേറ്റ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി പോകുന്നത് നുസ പെനിഡ എന്ന മനോഹരമായ ദ്വീപിലേക്കാണ്. ഡെൻപാസറിൽ നിന്നും കടലിലൂടെ 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. സാധാരണ ബോട്ടുകളോ ഫെറി സർവീസോ യാത്ര ചെയ്യാൻ തെരഞ്ഞെടുക്കാം. ഓളം തല്ലുന്ന കടലിലൂടെ ദ്വീപിലേക്കുള്ള യാത്ര വളരെ രസകരമാണ്. ഒരു കാലത്ത് മെയിൻലാൻഡിൽ നിന്നും കുറ്റവാളികളെയും ദുർമന്ത്രവാദികളെയും ഒക്കെ നാട് കടത്തിയിരുന്ന ദ്വീപാണിത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക് ഐലൻഡ് എന്നൊരു വിശേഷണം ദ്വീപിനുണ്ട്. ക്രിസ്റ്റൽ ബേ ആണ് ദ്വീപിലെ ഒരു പ്രധാന കാഴ്ച. ലാവാക്കല്ലുകൾ പൊടിഞ്ഞ കറുത്ത മണലുള്ള ചെറിയ ബീച്ച്. കടലും കരയും ചേരുന്ന ദൃശ്യങ്ങൾ മനോഹരമാണെങ്കിലും അപകടം നിറഞ്ഞ ബീച്ചാണിത്.
ദ്വീപിലെ രണ്ടാമത്തെ പ്രധാന ഡെസ്റ്റിനേഷൻ ബ്രോക്കൺ ബീച്ചാണ്. ബസാൾട്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ തീരവും അത്യന്തം അപകടകരമാണ്. കാഴ്ചയിൽ അതിമനോഹരവും. കറുത്ത പാറകളിൽ ശക്തിയായി അടിച്ചുയരുന്ന തിരമാലകളാണ് ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഉയരത്തിൽ വ്യൂ പോയിന്റ് സജ്ജീകരിച്ചിട്ടുള്ള ദ്വീപിലെ മൂന്നാം ഡെസ്റ്റിനേഷനാണ് കെലിംഗ് കിങ് ബീച്ച്. ദ്രവീകരണ ഫലമായി രൂപം കൊണ്ട 2 വലിയ തിട്ടകളാണ് ഇവിടെ കാഴ്ച. സഞ്ചാരപ്രിയർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ബാലി. ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിലുള്ള മികവുകൊണ്ട് മാത്രമല്ല, സാംസ്കാരിക പാരമ്പര്യം കൊണ്ടു കൂടി ഈ പ്രദേശം സവിശേഷമാണ്. ഡെൻപാസർ ആകട്ടെ ബാലി ടൂറിസത്തിന്റെ കേന്ദ്ര സ്ഥാനമാണ്.